സ്റ്റുഡൻസ്, ഇക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗം നമ്മൾക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലുണ്ടായ സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒന്നാം അധ്യായത്തിൽ പഠിക്കുന്നത്. അതായത് വിവിധ മേഖലകളിൽ വന്ന മാറ്റങ്ങൾ, കാർഷിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ, അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി വ്യാവസായിക മേഖല, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ വ്യാവസായിക മേഖലയ്ക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർണായകമായ യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല. ലോകപ്രശസ്തമായ ഇന്ത്യയുടെ കരകൗശല വ്യവസായങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ചൂഷണാത്മകമായ സാമ്പത്തിക നയങ്ങൾ മൂലം തകർന്നടിയുകയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ കടത്തുകയും ഇന്ത്യയിലേക്ക് വ്യാവസായികോൽപ്പന്നങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ വിപണിയായി ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത യന്ത്രനിർമ്മിത വസ്തുക്കൾ ഇന്ത്യയിലെ കരകൗശല ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറച്ച് വിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഇത് ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്കും ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ നഷ്ടമാകുന്നതിനും കാരണമായി. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടി ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ആധുനിക വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പരുത്തി ചണം വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ഇരുമ്പ് ഉരുക്ക് വ്യവസായങ്ങൾ. ഇന്ത്യയിലെ വ്യവസായവൽക്കരണം ആരംഭിക്കുന്നത് 1907 ജംഷഡ്പൂരിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, അതായത് ടിസ്കോ, ചുരുക്കി പറയുന്നത് ടിസ്കോ എന്നാണ്, ആ ഒരു കമ്പനി സ്ഥാപിതമായതോടുകൂടിയാണ് ഇന്ത്യയിൽ വ്യവസായവൽക്കരണം ആരംഭിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ വ്യാവസായിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നാണ് ചോദ്യം. ഇവിടെ നോക്കുക. ലോകപ്രശസ്തമായ ഇന്ത്യയുടെ കരകൗശല വ്യവസായങ്ങൾ തകർന്നടിഞ്ഞു. രണ്ടാമത്തേത്, ആധുനിക വ്യവസായങ്ങൾ വികാസം പ്രാപിക്കാൻ തുടങ്ങി. ഏതൊക്കെയാണ് ഈ ആധുനിക വ്യവസായങ്ങൾ എന്ന് പറയുന്നത്? പരുത്തി, ചണം, ഇരുമ്പ് ഉരുക്ക് വ്യവസായങ്ങൾ. ഇതിലാദ്യം തുടങ്ങിയത് പരുത്തി ചണം വ്യവസായങ്ങളാണ്. പിന്നീട് 1907 കൂടിയാണ് ജംഷഡ്പൂരിലാണ് ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥാപനം ആരംഭിക്കുന്നത്. ഇത് തുടങ്ങിയത് ബീഹാറിലെ ജംഷഡ്പൂരിലാണ് ഈ കമ്പനി സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ വ്യാവസായികവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് 1907 കൂടിയാണ്. പൊതുവെ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വ്യാവസായിക മേഖലയിൽ യാതൊരു വളർച്ചയും ഉണ്ടായില്ല എന്ന് പറയാം. പരമ്പരാഗതമായ കരകൗശല വ്യവസായങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ ചൂഷണപരമായ നയങ്ങൾ മൂലം തകർന്നടിഞ്ഞു. കാരണം അവർ ബ്രിട്ടനിൽ നിന്നും യന്ത്രങ്ങളാൽ നിർമ്മിതമായ ഉൽപ്പന്നങ്ങൾ വളരെ വില കുറച്ച് വിൽക്കുന്നത് ഇന്ത്യയിലെ കരകൗശല ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറച്ച് വിൽക്കാൻ തുടങ്ങി. അത് ഇന്ത്യയിലെ കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറയാൻ കാരണമായി. അപ്പോൾ ഇത്തരം കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളുടെ ജോലി നഷ്ടമാവുകയും ദാരിദ്ര്യത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നൊരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായി. അപ്പോൾ വ്യാവസായിക മേഖലയിൽ പരമ്പരാഗത വ്യവസായങ്ങൾ തകരാനുണ്ടായ ഒരു സാഹചര്യമാണത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി ഉത്തരാർദ്ധത്തിൽ രണ്ടാം പകുതിയോടുകൂടി തന്നെ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തു. ആധുനിക വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പരുത്തി ചണം വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ഇരുമ്പ് സ്റ്റീല് ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ. ഇതൊക്കെ ഉടലെടുത്തതോടുകൂടി ചെറിയൊരു മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് പറയാം. അപ്പോൾ ഇതാണ് വ്യാവസായിക മേഖലയിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. ഇനി വിദേശ വ്യാപാരം, ഫോറിൻ ട്രേഡിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ്?
നമ്മൾക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വ്യാപാര രാജ്യമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രം, മണ്ണെണ്ണ മുതലായ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ വിലക്കയറ്റവും ക്ഷാമവും നേരിട്ടു. കയറ്റുമതി മിച്ചം ഇന്ത്യക്ക് ദോഷകരമാവുകയും ചെയ്തു. വിദേശ വ്യാപാരം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, കയറ്റുമതിയും ഇറക്കുമതിയും, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിന് മുൻപ് ഇന്ത്യ പരുത്തി, അതുപോലെ തന്നെ കമ്പിളി രോമങ്ങൾ, സിൽക്ക് ഇതൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളിലേക്കായിരുന്നു? പേർഷ്യ, അതായത് ഇറാൻ, ശ്രീലങ്ക, ചൈന എന്നീ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം ഉൽപ്പന്നങ്ങൾ. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഭരണത്തോടുകൂടി ഇതിലൊക്കെ കുറവ് വന്നു. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പരുത്തി, കമ്പിളി രോമങ്ങൾ, സിൽക്ക് ഇതൊക്കെ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തു. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയിലേക്കും സിലോണിലേക്കും പേർഷ്യയിലേക്കൊന്നും കയറ്റുമതി ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങളുടെ അളവ് ഇന്ത്യയിൽ കുറയും. ശരിക്കും പറഞ്ഞാൽ കയറ്റുമതി ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന് ലാഭമാണ്, സാമ്പത്തികമായ ലാഭമാണ് കിട്ടുക. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കാണ് അതിൻ്റെ ഗുണം കിട്ടേണ്ടത്. പക്ഷേ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തത് എങ്ങോട്ടേക്കായിരുന്നു? ബ്രിട്ടനിലേക്കായിരുന്നു ഇത്തരം ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭൂരിഭാഗം ലാഭവും ആര് തന്നെയാണ് കൈക്കലാക്കിയത്? ബ്രിട്ടീഷുകാർ തന്നെയാണ് കൈക്കലാക്കിയത്. അവർക്ക് കിട്ടിയ ഈ വിദേശ വ്യാപാരത്തിലൂടെ അവർക്ക് കിട്ടിയ, ഇന്ത്യക്ക് കിട്ടേണ്ടിയിരുന്ന വിദേശ നാണയങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യത്തെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ വിദേശ വ്യാപാരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇന്ത്യ ഒരു വ്യാപാര രാജ്യമായിരുന്നെങ്കിൽ പോലും ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി നടത്തിയിരുന്ന വ്യാപാര ബന്ധത്തിൽ വളരെ കുറവ് സംഭവിക്കുകയാണ് ചെയ്തത്. ഇനി ഇന്ത്യയിൽ നിന്നും പ്രാഥമിക ഉൽപ്പന്നങ്ങളായ പരുത്തി, അതുപോലെ തന്നെ കമ്പിളി രോമങ്ങൾ, സിൽക്ക്, കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കാനാണ് കമ്പിളി രോമങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പരുത്തി എന്ന് പറയുന്നത് കോട്ടൺ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ പരുത്തി ഉപയോഗിക്കുന്നു. സിൽക്ക് നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഇതൊക്കെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിട്ട് കയറ്റി അയച്ചുകൊണ്ട് ബ്രിട്ടനിലെ യന്ത്രങ്ങളിൽ നിന്നും പുതിയ തുണിത്തരങ്ങളാക്കി ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. അപ്പോൾ ഇന്ത്യയെ ഒരു മാർക്കറ്റായി മാത്രമാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ് മാത്രമായിട്ടാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ കയറ്റുമതി മിച്ചം നേടിയിരുന്നോ? ട്രേഡ് സർപ്ലസ് നേടിയിരുന്നോ? അല്ലെങ്കിൽ എക്സ്പോർട്ടബിൾ സർപ്ലസ് നേടിയിരുന്നോ എന്നാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ടബിൾ സർപ്ലസ് ഇന്ത്യക്ക് കിട്ടിയിരുന്നു. അതായത് ഒരു രാജ്യം ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതി നടക്കുമ്പോഴാണ് ഒരു രാജ്യത്തിന് സാമ്പത്തിക വികസനം സാധ്യമാകുക. അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ. അതായത് കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവും ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് കയറ്റുമതി മിച്ചം ഉണ്ടായിരുന്നു. പക്ഷേ ആ കയറ്റുമതി മിച്ചം ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയല്ല ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്, മറിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടിയായിരുന്നു അവർ അത് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് കയറ്റുമതി മിച്ചം ഇന്ത്യക്ക് ഒരു തരത്തിലും ഗുണകരമായില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ വ്യാവസായിക മേഖലയെക്കുറിച്ചും അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ്, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്ന മാറ്റവും ഫോറിൻ ട്രേഡിൽ വന്ന മാറ്റത്തെക്കുറിച്ചും പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ അതുപോലെ തന്നെ വസ്ത്രം, മണ്ണെണ്ണ മുതലായ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ വിലക്കയറ്റവും ക്ഷാമവും നേരിടുകയും ചെയ്തു. അതായത് അസംസ്കൃത വസ്തുക്കളൊക്കെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ഇല്ലാത്തൊരവസ്ഥ വന്നു.
അത് ഭക്ഷ്യക്ഷാമത്തിനും കാരണമാവുകയാണ് ഉണ്ടായത്. വിലക്കയറ്റവും കൂടി ഭക്ഷ്യക്ഷാമവും നേരിട്ടു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കയറ്റുമതി മിച്ചം, അതായത് കയറ്റുമതിയിലൂടെ ഇന്ത്യക്ക് കിട്ടേണ്ടിയിരുന്ന വിദേശ നാണയങ്ങളും മറ്റുമൊക്കെ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തതിനാൽ അത് ഇന്ത്യക്ക് നഷ്ടമാവുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഈ വിദേശ നാണയങ്ങളും മറ്റുമൊക്കെ ബ്രിട്ടനിലെ വികസനത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ, ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ഇന്ന് നോക്കിയത്. കാർഷിക മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി വ്യാവസായിക മേഖലയിലെ മാറ്റം എന്താ? ലോകപ്രശസ്തമായ ഇന്ത്യയുടെ കരകൗശല വ്യവസായങ്ങൾ തകർന്നടിയുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആധുനിക വ്യവസായങ്ങൾ വികാസം പ്രാപിക്കാനും തുടങ്ങി. ആധുനിക വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പരുത്തി, ചണം, ഇരുമ്പ്, ഉരുക്ക് നിർമ്മാണശാലകൾ. ഇതിൽ ഇന്ത്യയുടെ വ്യവസായവൽക്കരണം 1907 ജംഷഡ്പൂരിൽ ടിസ്കോ സ്ഥാപിതമായതോടെയാണ് തുടങ്ങിയത്. അപ്പോൾ വ്യാവസായിക മേഖലയിലും ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ കാര്യമായ വളർച്ചയൊന്നും ഉണ്ടായില്ല. ആകെ ഉണ്ടായത് 1907 പരുത്തി, ചണം വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചതുമാണ് ഒരു മെച്ചം എന്ന് പറയാൻ പറ്റുക. പിന്നെ വിദേശ വ്യാപാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ എക്സ്പോർട്ടബിൾ സർപ്ലസ് നേടാൻ കഴിഞ്ഞിരുന്നു. അതായത് കയറ്റുമതി മിച്ചം നേടാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ കയറ്റുമതി മിച്ചം മുഴുവനും ആരാണ് കൈക്കലാക്കിയത്? ബ്രിട്ടീഷുകാരാണ് കൈക്കലാക്കിയത്. അത് ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നില്ല. കാരണം അതുവരെ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പൊക്കെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അവർ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്നത് ചൈന, സിലോൺ, അതുപോലെ ശ്രീലങ്ക, പേർഷ്യ അല്ലെങ്കിൽ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്തിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഈ ഉൽപ്പന്നങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. ഇത് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തപ്പോൾ അവിടുന്ന് നമ്മൾക്ക് കിട്ടേണ്ടിയിരുന്ന, ഇന്ത്യയിലേക്ക് ഒഴുകേണ്ടിയിരുന്ന വിദേശ നാണയങ്ങളും വെള്ളിയും സ്വർണവും ഒക്കെ ആരുടെ കൈകളിലേക്ക് എത്തി? ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്കാണ് കിട്ടിയത്. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ വികസനത്തിന് ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെയും ചോദിക്കുന്ന ഒരു ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ കയറ്റുമതി മിച്ചം നേടിയിരുന്നോ, എക്സ്പോർട്ടബിൾ സർപ്ലസ് നേടിയിരുന്നോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തെഴുതണം? എക്സ്പോർട്ടബിൾ സർപ്ലസ് നേടിയിരുന്നു എന്നെഴുതണം. പക്ഷേ ഈ ഒരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. നേടിയിരുന്നെങ്കിൽ പോലും അത് ബ്രിട്ടീഷുകാർ അവരുടെ സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയുടെ വികസനത്തിനായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. ഇനി ഇതിൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ജനസംഖ്യയുടെ അവസ്ഥ എന്തായിരുന്നു, തൊഴിൽ ഘടന എങ്ങനെയായിരുന്നു, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു, ഇതൊക്കെ നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ അയച്ചു തരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.